ഹലോ ഗൈസ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോൺ കേട്ടോ, റിയൽമി 12+5G. ഇതിന് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റാണ്. അത്യാവശ്യം നല്ല സെറ്റാണ്. ഒരു 22-25 ഉറുപ്പ്യാണ് സെറ്റിന്. ഡിസ്പ്ലേ LED ആട്ടോ വരുന്നത്. 30 ഡിസ്പ്ലേ മാറ്റിയതാണ്, പക്ഷേ LCD ഇട്ടത് മാറ്റിയിട്ട് ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. ഡിസ്പ്ലേ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബാക്ക് ഡോർ എടുത്തു. നമുക്കതിൻ്റെ സെൻറ്ററിലൊരു ബാക്ക് ഡോർ കൂടി ഉണ്ടാവും, അത് നമുക്ക് ഊരിയെടുക്കാം. അതായത് മിഡിൽ ബാക്ക് ഡോർ. ഓക്കെ, നൈസിൽ നമുക്ക് ഊരിയെടുക്കാം. സ്ക്രൂ കാര്യങ്ങൾ ആദ്യം തന്നെ ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നല്ല കണ്ടീഷനാട്ടോ ഫോണ്. ബാറ്ററി ഊരാം. അടിയിൽ ഫിംഗറിൻ്റെ സ്ട്രിപ്പ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അഥവാ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കുറച്ച് പണിയാട്ടോ. ഓക്കെ, നൈസിൽ ഊരെടുത്തുകൊണ്ട് CC ബോർഡ് വരുന്നുണ്ട്. സിം ട്രേ കാര്യങ്ങൾ ഒന്നിലേ വരുന്നു CC ബോർഡിൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഊരെടുക്കാം. ഡിസ്പ്ലേ കുറച്ച് കട്ടിയുള്ള ഡിസ്പ്ലേ ആണ് ആദ്യം ഇട്ടത്. ഒരു LCD കൊണ്ട് കുറച്ച് കട്ടി ഉണ്ടാവും. XN എന്തോ കമ്പനിയുടെ ഡിസ്പ്ലേ ഇട്ട്. ഇപ്പോൾ നമ്മളിടത്തുള്ളൊരു ഡിസ്പ്ലേ ആണ് മെർക്കുറി. അത് LED ഡിസ്പ്ലേ കേട്ടോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്, ഒരു 2,800 പറയാം LED ആകുമ്പോൾ. പിന്നെ ഒരാഴ്ചത്തെ ചെക്കിങ് വാറൻറ്റി ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും കേട്ടോ. പൊട്ടാതെ ലൈൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്രെയിം 4 ഭാഗത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല ക്ലീനാക്കി വെക്കാം കേട്ടോ. നമുക്ക് നല്ല ക്ലീൻ ഉണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് ഫിറ്റിങ് വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. അടിയത്തെ സ്ട്രിപ്പ് ടൈറ്റ് ആക്കാം നമുക്ക്. ഓക്കെ, CC ബോർഡ് ഇട്ടിട്ട് പ്രസ് ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ, അടിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. കാര്യങ്ങൾ പക്കയാണ്. നമുക്ക് ബാറ്ററി കണ്ടിട്ട് ഇട്ടു. നമുക്ക് ഓണാക്കി നോക്കാം. മെർക്കുറി എന്ന ഡിസ്പ്ലേ കേട്ടോ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി കേട്ടോ. റേറ്റ് ഉണ്ട്. കസ്റ്റമർക്ക് നമ്മൾ കുറഞ്ഞ റേറ്റിൽ ചെയ്ത് തന്നു, അറിയുന്ന കസ്റ്റമർ ആവുന്നുണ്ട്. ഓക്കെ, ഓ നല്ല ക്ലാരിറ്റി കേട്ടോ. നല്ല ക്ലാരിറ്റിയാണ്. ഓക്കെ, ഡിസ്പ്ലേ കാര്യങ്ങൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് എമർജൻസിയിൽ ചെക്ക് ചെയ്യാൻ കഴിയില്ല. 1, 2, 3 ചെക്ക് ചെയ്യാൻ നമുക്ക് പാക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. സംഭവം പക്കട്ടോ. നമ്മൾ ബാറ്ററി കണ്ട് ഊരി സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. CC ബോർഡ് റിമൂവ് ചെയ്തു. ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം. ഡിസ്പ്ലേ ഉണ്ട്. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ടോ ഡിസ്പ്ലേ. നല്ല ക്ലാരിറ്റി OG ക്വാളിറ്റി ആണ് ഡിസ്പ്ലേ. ഫിംഗറിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് വരും കേട്ടോ. എടുത്തില്ലെങ്കിൽ ഫിംഗർ വർക്കാവില്ല. ഒരു ഫിംഗർ കാര്യങ്ങൾ പക്ക കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫിംഗർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. പിന്നെ ഇതിന് ഒറിജിനൽ നല്ല റേറ്റ് ആണ് കേട്ടോ. ഒറിജിനൽ ഏകദേശം ഒരു 8 രൂപയുടെ മേലെ പോകും ഒറിജിനൽ. ആൾക്ക് ഒറിജിനൽ വേണ്ട, LED ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. LCD 2 ആഴ്ച 1 മാസമായി മാറ്റിയിട്ട് 1200 എന്തോ ഇട്ട് കൊടുത്തു നമ്മൾ. കുറഞ്ഞ ഡിസ്പ്ലേ കൊണ്ട് പെട്ടെന്ന് വീണിട്ടാണ് പൊട്ടിയത്. അത് ഓട്ടോമാറ്റിക് കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഓക്കെ, ഇത് സൈഡ് ഭാഗം നൈസിൽ നമുക്ക് പശിടാം. ഓക്കെ, അടിഭാഗം ശ്രദ്ധിക്കണം, ചെറുതായിട്ട് പശിട്ടാൽ മതി. ഓക്കെ, 4 ഭാഗം പശിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ 4 ഭാഗം ചെറുതായിട്ട് പശിടാം നമുക്ക്. ഓക്കെ, ഈ കോർണറിലും ഇടാം. ഓക്കെ, പ്രോപ്പർ ഓക്കെയാണ്. നമുക്ക് ഡിസ്പ്ലേന് ഫിക്സ് ചെയ്യാം. നെയ്സിൽ അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മേൽഭാഗത്ത് നിന്ന് നെയ്സിൽ പ്രസ് ചെയ്തു. അധികം പ്രസ് ചെയ്യണ്ട. പ്രസ് ചെയ്തിട്ട് ലൈൻ വരും, അല്ലെങ്കിൽ ബ്ലാങ്ക് ആവട്ടോ ഡിസ്പ്ലേ. അധികം കംപ്ലൈൻറ്റ് വരുന്നത് ബ്ലാങ്കിൻ്റെ ഡിസ്പ്ലേ ആണ്. LED ഞാൻ പ്രസ്സായി കഴിഞ്ഞാൽ ലൈനോ അല്ലെങ്കിൽ മൊത്തം ബ്ലാങ്ക് ആവും. എന്നാൽ അടിയിൽ ചെറിയ ലെൻസ് വരും LED-ൻ്റെ. അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രാക്കായ സംഭവം പോയി. ഓക്കെ, അതിന് CC ബോർഡ് ഇടാം.
സി സി പോർട്ട് ഇട്ടുണ്ട്, പ്രസ് ചെയ്തിട്ടുണ്ട്, ഫിംഗറിൻ്റെ സ്ട്രിപ്പ് ഇട്ടുണ്ട്. ഈ നെറ്റ്വർക്കിൻ്റെ ആൻറ്റിന കേബിൾ നമുക്ക് ഫിക്സ് ചെയ്തേക്കാം. ആൻറ്റിന കേബിൾ ശ്രദ്ധിക്കണം കേട്ടോ, അഥവാ പ്രസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ റേഞ്ച് നല്ല ഇഷ്യൂ വരും. ഓക്കെ, നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്ക് ഡോർ ടൈറ്റ് ആക്കാം. ബാക്ക് ഡോർ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. 4 ഭാഗം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ, നല്ല ഫിക്സിങ് ഉണ്ട്. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം കേട്ടോ. അടിഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കും. അല്ലെങ്കിൽ സ്ക്രൂ ലൂസാണെങ്കിൽ ഒരു പരപര സൗണ്ട് വരും സ്പീക്കറിന്. അത്യാവശ്യം നല്ല ടൈറ്റ് ആക്കി വെക്കണം. ലൂസാണെങ്കിൽ പിന്നെ ചിലമ്പൽ വരും സ്പീക്കറിൻ്റെ അവിടെ, അത് ശ്രദ്ധിക്കണം. അധികം തന്നെ ഫോണിന് ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞാൽ സൗണ്ട് ചിലപ്പോൾ ടൈറ്റ് ആക്കാതെ പിന്നെ വരും. നമ്മൾ വീണ്ടും ടൈറ്റ് ആക്കി കൊടുക്കും, അങ്ങനെ ഓക്കെ ആവും. അങ്ങനെ ഓരോന്ന് വരും, നമ്മൾ റെഡിയാക്കി കൊടുക്കാം. അങ്ങനെയല്ല കസ്റ്റമർ വരിക. ഓക്കെ, അഥവാ ആവാതെ നോക്കുക. മൊത്തം ടൈറ്റാക്കി തന്നെ കൊടുക്കാൻ മുമ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ കസ്റ്റമർ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, മേൽഭാഗം നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റാക്കി വെക്കാം. ഓക്കെ, മേൽഭാഗം നമ്മൾ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റാക്കിയിട്ടുണ്ട്. 2-3 സ്ക്രൂ കൂടി ബാക്കിയുണ്ട്. നമ്മളതിൻ്റെ ക്യാമറ നമ്മുടെ OC ഷീറ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ കുറച്ച് OC ഷീറ്റിൻ്റെ ആ ഗമ്മോട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആവും OC ഷീറ്റിൻ്റെ അതുകൊണ്ട് ചെയ്താലേ. ഓക്കെ, നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ കൂടി. ഓക്കെ, നമ്മൾ ബാക്ക് ഡോറിൽ കമ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ ചെറുതൊരു പശ ഇട്ടാൽ മതി. ഓക്കെ, പ്രസ് ചെയ്തു. നമുക്ക് റബ്ബർ ബാൻഡ് കാര്യങ്ങളും LED ആകുമ്പോൾ ഒരു 4-5 റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി, അധികം ഇട്ടണ്ട. അധികം ഇട്ടാൽ പ്രസ് ആയത് ബ്ലാങ്ക് ആവാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ ബാക്ക് ഡോർ കളർ പോകാത്ത രീതിയിൽ നമ്മളെടുത്ത് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സിമിറ്റ് കാര്യങ്ങൾ ഇടാം. സിമിറ്റ് കാര്യങ്ങൾ ഓക്കെയാണ്. അങ്ങനെ പ്രോപ്പർ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡിസ്പ്ലേ. മെർക്കുറി എന്ന കമ്പനി കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും, കംപ്ലൈൻറ്റ് വരാറില്ല. റബ്ബർ ബാൻഡ് കൂടി ഇടാം. സൈഡിൽ നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാം, തുറക്കാൻ നമുക്ക്. ഓക്കെ, നല്ല ക്ലാരിറ്റി ഉണ്ട് ഡിസ്പ്ലേക്ക്. ഞാൻ ഓണായിട്ടുണ്ട്. നമുക്ക് എമർജൻസിയിൽ ചെക്ക് ചെയ്ത് നോക്കാം ടച്ച് കാര്യങ്ങൾ. 1 2 3 കറക്റ്റ്. ഓക്കെ, സെറ്റാണ്. ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കാണ്.